ഒലക്കര മൂട് നാറി നാറി ലോകം മൊത്തം നാറി 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 കമ്മികളാകെ നാറി സ്ത്രീപക്ഷം തള്ളിമറിച്ച് എന്തായി എന്തായിട്ടോ എന്ത് എവിടെ സ്ത്രീകക്ഷം നിങ്ങളുടെ സ്ത്രീകക്ഷം എവിടെ കാണിച്ചു ഇതാണോ നിങ്ങളുടെ സ്ത്രീകക്ഷം നാട്ടുകാരിക്കണോ കാണിച്ചല്ല കേട്ടോ ഇപ്പൊ എന്ത് പ്രശ്നം എന്തൊക്കെ ഊച്ചാളിത്തരങ്ങളാടോ എന്തൊക്കെ ഊച്ചാളിത്തരങ്ങളാ ഞങ്ങൾ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയും ഞങ്ങൾ സ്ത്രീകളുടെ നവോത്ഥാനത്തിന് വേണ്ടിയും പ്രവർത്തിക്കുന്നവരാണ് ആണോടോ സ്ത്രീകളെ നിങ്ങൾ പുഴുത്ത തെറി വിളിക്കുന്നത് അല്ലയോ മഹാന്മാരെ സ്ത്രീകൾക്ക് എന്ത് വായി തോന്നിയെന്നും പറയാമല്ലോ ഇപ്പൊ ഞങ്ങൾക്ക് പറഞ്ഞൂടെ തിരിച്ച് പറഞ്ഞൂടെ നിങ്ങളുടെ ചകാത്തികൾ വായിൽ തോന്നിയത് പറയുമ്പോൾ എന്താ നിങ്ങൾ ഇത് കൂട്ടത്തെ സൈബർ ആക്രമണം നടത്താത്തത് ഞങ്ങൾ സൈബർ ആക്രമണം അല്ല നടത്തണം ഞങ്ങളും എല്ലാം പറഞ്ഞു നിങ്ങൾ സൈബർ ആക്രമണം നടത്തിക്കോ നടത്തിക്കോ അതാ നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ മോൾക്ക് നേരെ കഴിഞ്ഞ ദിവസം കിട്ടിയത് ആരാണ്ട് എന്തൊക്കെയോ പോസ്റ്റ് എടുത്തിട്ടായിരുന്നു നിങ്ങൾ അപ്പൊ നിങ്ങൾ നടപടി എടുക്കും നിങ്ങളുടെ ആൾക്കാരെ പറഞ്ഞാൽ നിങ്ങൾ നടപടി എടുക്കും വേറുള്ളവരെല്ലാം എന്താ മറ്റേ പാകിസ്ഥാനിൽ നിന്ന് വന്നവരാണ് പരാതി കിട്ടിയാൽ നടപടി എടുക്കും എടോ എന്തൊക്കെ ഊച്ചാളിത്തരങ്ങളാണ് എന്തെങ്കിലും നാറിയ മാലവരാതികൾ ആഴിക പയലുകള് എന്റെ മാനവരെ നിങ്ങൾ അത് കണ്ടില്ലേ ഏതായിരുന്നു ഞാൻ ഒരു കാര്യം പറയട്ടെ 3 മക്കളെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലായിരുന്നല്ലോ അല്ലേ സ്മൃതി പരുത്തിക്കാടിന് നേരെ നടക്കുന്ന സൈബർ ആക്രമണമാണ് അതായത് അവരുടെ വായിൽ നിന്ന് ഒരു വിവരക്കേട് വന്നു ശരി സമ്മതിച്ചു നിങ്ങൾക്കതിനെ വിമർശിക്കാം തിരുത്താം അതും കഴിഞ്ഞിട്ട് എന്തുന്നാണ് ഒരു സ്ത്രീയെ ഇങ്ങനെ സൈബർ ആക്രമണം നടത്തുന്നത് അവരുടെ ശരീരഭാഗങ്ങൾ വെച്ച് അവരെ അധിക്ഷേപിക്കുക വി.ഡി. സതീശനും അവരും തമ്മിൽ മറ്റേതാണെന്നും പറഞ്ഞുകൊണ്ട് അധിക്ഷേപിക്കുക നിങ്ങളുടെ ഡിവൈഎഫ്ഐയുടെ ഗ്രൂപ്പുകൾക്കകത്താണോ വരുന്നത് ഇവര് വി.ഡി. സതീശന്റെ എനിക്ക് പ്രിയ കൊണ്ട് പറയരുത് പറയാൻ പോലും കൊള്ളാത്ത അറയ്ക്കുന്ന അറപ്പുളവാക്കുന്ന വാക്കുകൾ എഴുതി വെക്കുന്നത് ഈ സൈബർ ഇടം എന്ന് പറയുന്നത് നിങ്ങളുടെ മാത്രം സ്പേസ് അല്ല മനസ്സിലാക്കണം അവിടെ എത്രയോ ആൾക്കാര് എത്രയോ മുതിർന്ന മനുഷ്യന്മാര് എത്രയോ കുട്ടികളൊക്കെ ഉപയോഗിക്കുന്ന ഒരു സ്പേസ് ആണോ അത് അവിടെയാണ് ഇവരെ പോലെയുള്ള ഈ മറ്റേ CPM-ന്റെ കുറെ വെട്ടുകിളിക്കൂട്ടം ഉണ്ടല്ലോ കുറെ നാറികള് SFI-കാരും DYFI-കാരും ഇവന്മാരൊക്കെ എന്തോ അഴിഞ്ഞാട്ടമാണോ ഈ കാണിക്കുന്നത് നിങ്ങൾക്ക് തന്നെ ഉളുപ്പ് തോന്നുന്നില്ലേ ഇവരുടെ പൂമരൻ സ്വരാജിന്റെയും മറ്റേ ബ്രിട്ടാസിന്റെയും ഒക്കെ ഫാൻസ് പേജുകളിനകത്താണ് ഇതൊക്കെ വരുന്നതെന്ന് ഓർക്കുമ്പോഴാണ് ഏതെങ്കിലും ഒരു നേതാക്കള് CPM-ന്റെ ഏതെങ്കിലും ഒരു നേതാക്കൾ പ്രതികരിച്ചോ ഇത് ശരിയല്ല ഇത് നിർത്തണമെന്ന് നിങ്ങളുടെ വനിതാ നേതാക്കൾ എന്തിയേ കേരളത്തിലെ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി തൊലിക്കുന്ന കുറെ വനിതാ നേതാക്കളുണ്ടല്ലോ നിങ്ങൾക്ക് എന്തിയേ ഒരു സ്ത്രീക്ക് അങ്ങേയറ്റത്തെ അധിക്ഷേപം നേരിട്ടിട്ട് ഏതെങ്കിലും ഒരുത്തി പ്രതികരിച്ചോടോ ഒരെണ്ണം പ്രതികരിച്ചോ മാനവരെ ഇപ്പൊ നടക്കുന്ന ഒരു ആക്രമണം അപലപനീയമാണ് എങ്കിൽ പോലും അവർ പറഞ്ഞത് 3 കുട്ടികൾ നഷ്ടപ്പെട്ട ഒരു അമ്മ ഞങ്ങളുടെ മന്ത്രി കെ രാജനെ കണ്ടപ്പോ പോയി ആപത്തി കൂടെ നിന്നവരെ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് സ്നേഹം വരില്ലേ ആ സ്നേഹം പ്രകടിപ്പിച്ചതിനെ അത് വെറും നാടകമാണെന്ന് പറഞ്ഞതിനെ ഞങ്ങൾ യോജിക്കുന്നില്ല അതിനോട് ഞങ്ങൾക്ക് അങ്ങേയറ്റത്തെ എതിർപ്പ് തന്നെയാണ് സ്മൃതി പരുത്തിക്കാട് പറഞ്ഞത് ഒട്ടും യോജിക്കാൻ കഴിയാത്ത ഒരു കാര്യമായി പോയി അവരെ ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയിൽ അവരുടെ വായിൽ നിന്ന് അങ്ങനെ ഒരു വർത്താനം വരാൻ പാടില്ല പക്ഷെ അതിനകത്തിൽ മറ്റൊരു കാര്യവും കൂടി ഉണ്ടായിരുന്നു അവർ വയനാട് ദുരന്ത ബാധിതരെ അല്ല പറഞ്ഞത് സർക്കാർ നാടകം കളിച്ചു എന്നാണ് അതിനകത്തിൽ എവിടെയായാലും ദുരന്ത ബാധിതർ നാടകം കളിച്ചു നാടകം കളിക്കേണ്ട യാതൊരു ആവശ്യമില്ല പറഞ്ഞ അവര് ആ കെട്ടിപ്പിടിച്ചവരും ആ നാടകത്തിലെ കോണ എന്ന് പറഞ്ഞോണ്ട് അങ്ങ് തുടങ്ങും എന്തായാലും പറഞ്ഞാൽ നാടകം കളിക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ അവര് മനുഷ്യരെ നിങ്ങൾ ആയുധമാക്കുന്നു എന്നേ പറഞ്ഞോളൂ എന്താ ആയുധമാക്കുന്നത് ഞങ്ങള് അയ്യോ പിന്നെ ഞങ്ങള് അവിടെ ഞങ്ങൾ സർക്കാർ നടത്തി ഞങ്ങൾ മന്ത്രിമാർക്ക് നിർത്ത് വയനാട്ടിലെ ഏതെങ്കിലും ഒരു നിങ്ങൾ കൊടുത്ത വീടുകളിൽ സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് പണിത വീടുകളിൽ ആരെങ്കിലും കയറി താമസം തുടങ്ങിയായിരുന്നോ അത് പിന്നെ തുടങ്ങിയോ താൻ പറയണോ അത് കുറച്ചുകൂടി ഞാൻ പറഞ്ഞില്ലേ ഈ സർക്കാർ അവരുടെ ഒപ്പം നിന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനങ്ങൾ ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും വയനാട് ദുരന്ത ബാധിതർക്കൊപ്പം നിന്നു സർക്കാരിന്റെ CMDRF-ലേക്ക് കൊടുത്തത് നിങ്ങളുടെ പാർട്ടിക്കാർ മാത്രമല്ല ഇവിടുത്തെ കേരളത്തിലെ സകലമാന മനുഷ്യരും കൊടുത്തിട്ടുണ്ട് പ്രതിപക്ഷത്തു നിന്ന് കുറെ കുത്തിത്തിരിപ്പുകൾ കൊടുത്തില്ല എന്നേ ഉള്ളൂ കേട്ടോ അവന്മാരെ പോലെയുള്ള കുറെ വെകിളികൾ കൊടുത്തില്ല ബാക്കി എല്ലാ മനുഷ്യന്മാരും വയനാട് ദുരന്ത ഫണ്ടിലേക്ക് കൊടുത്തവരാണ് അപ്പൊ ഈ സർക്കാർ അങ്ങ് കൊടുത്തു എന്നല്ല ഇവിടുത്തെ കൂട്ടായി ജനങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് അവർക്ക് വീട് വെച്ചു കൊടുത്തു
അതിൽ ആരെങ്കിലും കയറി താമസിച്ചായിരുന്നോ? താമസിക്കാതിരിക്കൂലല്ലോ. നിങ്ങളോട് ചോദിക്കുന്നതിന് നിങ്ങൾ മറുപടി വേണം. സമയമാകുമ്പോ താമസിക്കും കേട്ടോ. ചുമ്മാ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എല്ലാ വീട് സമയമാകുമ്പോ അവരെ കയ്യിൽ താമസിപ്പിക്കും. സമയമാകുമ്പോ നിങ്ങൾ അതിനെ കാണിച്ചാ പോരെ, ഉയർത്തി കാണിച്ചാ പോരെ. എന്തിനാണ് ഇത് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് ആക്കുന്നത്? അതിനെല്ലാം ചോദ്യം ചെയ്യുന്നത്. അടുത്ത കോൺഗ്രസ് വന്നിട്ട് അത് ഞങ്ങൾ ഉണ്ടാക്കിയ വീടെന്ന് പറഞ്ഞ് ക്രെഡിറ്റ് എടുക്കാനല്ലേ? അതിന് മുന്നേ ഞങ്ങൾ പറയാൻ ഈ കോൺഗ്രസ്സുകാരുടെ KPCC ഓഫീസിൽ നിന്ന് എടുത്ത പൈസയല്ല, സെന്ററിൽ നിന്ന് എടുത്ത പൈസയല്ല, ഇവിടുത്തെ ജനങ്ങളുടെ പൈസയാ. അത് ജനങ്ങളുടെ പൈസയാണ്. 2 കല്ലിട്ടിട്ട് അത് ഞങ്ങൾ നടപ്പിലാക്കിയപ്പോൾ അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ നടന്നവരാണ്. നാളെ അവർ അധികാരത്തിൽ ഏറിയിട്ട് ഈ വീടെല്ലാം ഞങ്ങൾ വെച്ചെന്ന് പറഞ്ഞ് ക്രെഡിറ്റ് എടുത്താൽ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ക്രെഡിറ്റ് ആണോ ആവശ്യം? നിങ്ങൾ ഇവിടുത്തെ ജനങ്ങളോടൊപ്പം നിൽക്കുന്നു. പക്ഷേ ജനങ്ങൾക്കൊപ്പം നിന്നു എന്ന് ജനങ്ങൾക്ക് ബോധ്യമാകണം. അല്ലാതെ ഞങ്ങൾ വീടുണ്ടാക്കി അത് ഈ സർക്കാരിന്റെ കാലത്താണെന്ന് ഇവിടുത്തെ എല്ലാ മനുഷ്യന്മാർക്കും അറിയാം. അത് പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ ഇതിന്റെ വാലറ്റത്ത് കയറി പിടിച്ച് തൂങ്ങാൻ നടക്കുന്നത്? ഞങ്ങൾ ഉദ്ഘാടനം ചെയ്ത് നിങ്ങൾക്ക് പ്രശ്നം എന്തോന്ന്? ഞങ്ങൾ ഉദ്ഘാടനം ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടാ തോന്നും അവിടെ മുഴുവൻ ആൾക്കാർ കയറി താമസിച്ചു എന്ന്. അവിടെ ഇനിയും പണി കഴിയാനുണ്ട്. ഇലക്ട്രീഷ്യൻ വർക്കുകൾ കഴിയാനുണ്ട്, പ്ലംബിംഗ് വർക്കുകൾ കഴിയാനുണ്ട്, അതുപോലെ ഒരുപാട് പണികൾ ഇനി പൂർത്തിയാക്കാനുണ്ട്. അവിടെ ഒരു മനുഷ്യന്മാരും കയറി താമസിച്ചിട്ടില്ല. പക്ഷെ ഈ സർക്കാരിന്റെ ആർജവം ഉള്ളത് കൊണ്ട് ഇവിടുത്തെ ജനങ്ങളെല്ലാവരും ഒന്നിച്ച് നിന്നത് കൊണ്ട് വയനാട് ടൗൺഷിപ്പ് സാധ്യമായി. ഇല്ല എന്നല്ല, കോൺഗ്രസ്സുകാരുടെ കാലത്തായിരുന്നെങ്കിൽ ഇവിടെ കൂട്ടയടി നടന്നേനെ. അതും നമുക്ക് നല്ല കൃത്യമായിട്ട് അറിയാം. സമ്മതിച്ചു. അതിന് എന്തിനാണോ ഇങ്ങനെ സൈബർ ആക്രമണം നടത്തുന്നത്? അത് പിന്നെ ഇത്രയും നാടകമാണെന്ന് പറഞ്ഞതിനെ അപമാനിക്കുമ്പോൾ ഞങ്ങൾ എന്തെങ്കിലും പറയണ്ടേ? നിങ്ങളുടെ ഏതെങ്കിലും ഒരു മുതിർന്ന നേതാവ് വന്ന് അവർക്കൊരു മറുപടി കൊടുത്താൽ പോരായിരുന്നു? അതിനൊരു അന്തസ് ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ടായിരിക്കും VD സതീശന്റെ മറ്റേവളാണ് സ്മൃതി പരുത്തിക്കാട് പറയുന്നതിന് ഞാൻ യോജിക്കുന്നില്ല. പക്ഷെ പ്രതികരിക്കേണ്ട രീതിയുണ്ട്, അത് കഴിഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ പ്രതികരിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. ഇങ്ങനെയാണോ നിങ്ങൾ പ്രതികരിക്കുന്നത്? ഡിവൈഎഫ്ഐക്കാരുണ്ടല്ലോ കുറെ മൊണ്ണകള്, ഇവരുടെ കുറെ വൃത്തികെട്ട ആലവലാതി പരീക്ഷകൾ കുറെ എണ്ണം ഉണ്ടല്ലോ. നാണം ഉണ്ടോ ഇവന്മാർക്കൊക്കെ? നാണം ഉണ്ടോ ഇവന്മാർക്ക് ഇങ്ങനെ ഒരു സ്ത്രീ അധിക്ഷേപിക്കാനായിട്ട്? പൊതിച്ചോറ് കൊടുക്കുന്നവരാ, ഞങ്ങൾ പൊതിച്ചോറ് കൊടുക്കുന്നവരാ. അമ്മ പെങ്ങന്മാര് പൊതിഞ്ഞു തരുന്ന പൊതിച്ചോറ് കൊടുത്തു വിടുന്ന അവന്മാരാണ് ഇമാതിരി വർത്താനം പറയുന്നത്. നിങ്ങളുടെ ഏതെങ്കിലും ഒരു നേതാക്കള് നട്ടലുള്ള ഏതെങ്കിലും ഒരു നേതാവ് പറഞ്ഞോടോ ഡിവൈഎഫ്ഐക്കാർ നിർത്തണമെന്ന്? പറഞ്ഞോടോ? നിങ്ങളുടെ ഏതെങ്കിലും വനിതാ നേതാക്കൾ പ്രതികരിച്ചോടോ? പ്രതികരിച്ചായിരുന്നോ? ഞാൻ പ്രതികരിക്കുന്നു. ഇത്തരത്തിൽ ഒരു ഇത്തരം ഒരു സ്ത്രീയെ അധിക്ഷേപിക്കുന്നത് മോശമാണ്. അത് ഇങ്ങനെ അനാവശ്യം പറഞ്ഞല്ല നിങ്ങൾ പ്രതികരിക്കേണ്ടത് കേട്ടോ. പ്രതികരിക്കണം. ഞങ്ങൾക്ക് ചിന്തിക്കാനുള്ള സഹാക്കളുള്ളപ്പോൾ ഞങ്ങൾ പാർട്ടി ഓഫീസിലൊക്കെ. അതാ ഞാൻ പറഞ്ഞത്, ഈ പറയുന്ന സ്വരാജ്, ഇവർ മറ്റേ തള്ളി മറിക്കുന്ന സ്വരാജ് ഉണ്ടല്ലോ, സ്വരാജിന്റെ ഒക്കെ ഫാൻസ് പേജിനകത്ത് ഇമാതിരി വൃത്തികേടുകൾ വരുന്നത്. എന്നിട്ട് അവനൊക്കെ ഒരക്ഷരം മിണ്ടിയോടോ? ഒരക്ഷരം പ്രതികരിച്ചോ? അപലപനീയമാണ്. ഞങ്ങൾ അപലപിച്ചു. ഇനി എന്തിനാ അപലപിക്കുന്നത് നിങ്ങള്? അവരെ പറയാവുന്നതിന്റെ അങ്ങ് പിന്നെ ഞങ്ങളെ പറയുന്നതോ ഒട്ടും കൊങ്ങികളൊക്കെ ഞങ്ങളെ പറയുന്നതോ നിങ്ങൾ തിരിച്ചു പറയുന്നതോ ചിന്തയെ പറയുന്നതോ നിങ്ങൾ തിരിച്ചു പറയുന്നതോ? ശ്രീമതി നിങ്ങൾ ശ്രീമതി ടീച്ചറെ പറഞ്ഞത് നിങ്ങൾ മറക്കില്ല കേട്ടോ. നിങ്ങൾ ഷാനിമോൾ ഉസ്മാനെ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്, KK രമയെ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്, ഉമാ തോമസിനെ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്, ടീച്ചർ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? നിങ്ങൾ പറയുന്നതിന്റെയാണ് അവിടെ തിരിച്ചു കിട്ടുന്നത്. മുഖ്യമന്ത്രിയുടെ മകളെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, മുഖ്യമന്ത്രിയുടെ ഭാര്യ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, മുഖ്യമന്ത്രിയുടെ മരുമകൻ എന്ന് പറഞ്ഞു. എടോ, നിയമസഭയിൽ ഉമ്മൻചാണ്ടിയുടെ മൂത്ത മകളെ ഈ CPM-ന്റെ ഒരു മുതിർന്ന നേതാവ് അധിക്ഷേപിച്ചത് ഓർക്കുന്നുണ്ടോ താൻ? കേരള ചരിത്രം ഇന്നേ വരെ മറക്കത്തില്ല. VS അച്യുതാനന്ദന്റെ വായിൽ നിന്ന് എന്തെല്ലാം വൃത്തികേടുകളാണ് വന്ന് നിയമസഭയിൽ വന്നത്. നിങ്ങൾ കൂടുതൽ വർത്താനമൊന്നും പറയല്ലേ കേട്ടോ. അതെങ്ങനാ ചെറ്റത്തരം എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിയാണല്ലോ ഉള്ളത്. ലീഗിന്റെ നേതാവ് ഞങ്ങൾ പ്രതിഭയെ പറഞ്ഞതോ? അതൊന്നും നിങ്ങളൊന്നും മിണ്ടല്ലോ. ഇത്രയും പ്രത്യേക ഒരു പൊതുവേദിയിൽ നിന്ന് പറയാമോ? തിരിച്ചു പറയുന്നതോ? അതേ ഈക്വല രണ്ടുപേരും കണക്കാ ഇക്കാര്യത്തില്. അങ്ങനെ പറഞ്ഞാൽ മതി. നമ്മൾ അതല്ല, നിങ്ങൾ CPM-ൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ചില മര്യാദകളുണ്ട്. നിങ്ങൾക്കൊരു നിലപാടുള്ള പാർട്ടി ആയിരുന്നു, നിങ്ങൾ ഒരു സ്ത്രീപക്ഷത്ത് നിന്നിരുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു. ആ ഒരു പ്രസ്ഥാനത്തിന്റെ അവസ്ഥയാണ് ഇന്നിപ്പോ കാണുന്നത്. മോശമായിട്ട് നിങ്ങളൊക്കെ പറയുന്ന കാര്യം നിങ്ങളുടെ ഡിവൈഎഫ്ഐക്കാരെല്ലാരും ഇത് തന്നെ പറയുന്നത്. അപ്പൊ എല്ലാരും വിവരമില്ലാത്തവരാണോ? അത് അവരുടെ കൺട്രോൾ ഇല്ലാത്ത വർത്തമാനം. ഞങ്ങൾ അതല്ല ആലോചിക്കുന്നത്. ഇമാതിരി ഡയലോഗ് ഒക്കെ ഇട്ടിട്ട് ഇവന്റെ വീട്ടിൽ പോയി ഇവന്റെ അമ്മയും പെങ്ങന്മാരെയൊക്കെ എങ്ങനെ നോക്കുന്നത്? അതേ ഈ കൊങ്ങികൾ ഇങ്ങനെ തന്നെ ഈ രാഹുൽ മാങ്കുട്ടത്തിനൊക്കെ സപ്പോർട്ട് ചെയ്ത് ഡിവൈഎഫ്ഐക്കാരുടെ കാര്യം പറയുമ്പോഴത്തേക്ക് നിങ്ങൾ കൊങ്ങികളുടെ നെഞ്ചത്തോട്ട് കയറി രാഹുൽ മാങ്കുട്ടത്തിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഭാര്യയും മക്കളെയൊക്കെ നോക്കണം. ഇവിടെ നില്ല ഞങ്ങൾ മാത്രമേ ഉള്ളൂ. രണ്ടുപേരും കണക്കാണ് ആക്രമണത്തിന്റെ കാര്യത്തിൽ. ഞങ്ങൾ ചെയ്യുമ്പോൾ മാത്രം പൊക്കിക്കൊണ്ട് വരേണ്ട ആവശ്യമില്ല. ഇവിടുത്തെ മാധ്യമ അപലപനീയമായിട്ടുള്ള കാര്യം എന്താണെന്നറിയാമോ?
സംഭവം എന്താണെന്ന് അറിയാം, ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരെ, പ്രത്യേകിച്ച് വനിതാ മാധ്യമ പ്രവർത്തകരെ ഒന്നും GPM-കാർക്ക് കണ്ടുകൂടാ. എന്തുവാണെന്നറിയാമോ, ഇവർക്കെതിരെ ആ വനിതാ മാധ്യമ പ്രവർത്തകർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് മൂക്കി കയറ്റി വന്ന വെല്ലുവിളിയാ. ആര് പേടിക്കുന്നടോ? ആര് പേടിക്കുന്നു? ആര് പേടിക്കുന്നു? എന്താണെന്നറിയാമോ, ഇവരുടെ പാർട്ടിയെ നമ്മൾ അങ്ങ് മുഴുവൻ അങ്ങ് പേടിച്ച് മറ്റേ പഞ്ചപുച്ഛം അടക്കി നിൽക്കണം. എന്റെ പൊന്നു മാട്ടോ, രാജീവ് ചന്ദ്രശേഖരന് കൈരളിയും കണ്ടൂടാ, രാഹുൽ മങ്കൂട്ടത്തിലും ന്യൂസ് മലയാളത്തെയും കൈരളിനെയും കണ്ടൂടാ. ഇതൊന്നും കുഴപ്പമില്ല, ഇതൊന്നും പറയാൻ ഇവിടെ ആരുമില്ല. എടാ, നിങ്ങളല്ലേ ഇവിടെ നാട്ടുകാരെ മുഴുവൻ പേടിപ്പിക്കാൻ നടക്കുന്നത്? ആര് പേടിപ്പിക്കുന്നു? ആര് പേടിക്കുന്നു? വേറെ ഊച്ചാളികളായി മാറിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ പാർട്ടി. മനസ്സിലാക്കി ഒരു പ്രസ്ഥാനത്തെ എണിച്ചു പോടോ നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു കുടുംബത്തെ നാടകത്തിന്റെ അഭിനേതാക്കളാണെന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചവർക്കെതിരെ ഞങ്ങൾ പ്രതികരിക്കും. അയ്യോ, ഇങ്ങനെയാണോ പ്രതികരിക്കുന്നത്? നിങ്ങൾ പ്രതികരിക്കുന്ന രീതി മാറിപ്പോയി. ഒരു സ്ത്രീക്ക് വേണ്ടി പ്രതികരിച്ചതാ ഇങ്ങനെ. വയനാട്ടിലെ ഒരു സ്ത്രീക്ക് വേണ്ടി ഇങ്ങനെയാ അവര് പ്രതികരിക്കുന്നത്. വേറൊരു സ്ത്രീയെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുക, അവരുടെ ശരീരഭാഗങ്ങൾ വെച്ച് അധിക്ഷേപിക്കുക, മറ്റ് പുരുഷന്മാരുമായി ചേർത്ത് എതിർക്കുന്നു. നിങ്ങളുടെ വനിതാ നേതാക്കൾ ആര് പ്രതികരിച്ചു? താരങ്ങോട്ട് മാറുന്നില്ല. താൻ അതിനേതാ? നിങ്ങളുടെ ശൈലജ ടീച്ചർ ഈ നേരം വരെ വാ തുറന്നു വല്ലതും പറഞ്ഞായിരുന്നോ? ചിന്താ ജെറോമും മിണ്ടിയായിരുന്നോ? ഞങ്ങൾ ആക്രമിക്കപ്പെടുമ്പോഴും എന്തിനേറെ വീണ ജോർജ് പ്രതികരിച്ചായിരുന്നോടോ ഈ വിഷയം? ഞങ്ങൾ ആക്രമിക്കുമ്പോൾ നിങ്ങളുടെ വനിതാ നേതാക്കൾ എത്ര പേര് ആക്രമിക്കപ്പെട്ടപ്പോ ഈ പറയുന്ന വലതുപക്ഷത്തെ വനിതാ നേതാക്കൾ എത്ര തവണ സപ്പോർട്ട് ചെയ്ത് രംഗത്ത് വന്നിട്ടുണ്ടോ? അതിന്റെ എങ്കിലും ഒരു മര്യാദ, അതിന്റെ എങ്കിലും ഒരു ഉളുപ്പ്, സപ്പോർട്ട് മാത്രം സപ്പോർട്ട്. എന്തോന്നറിയാമോ, ഈ മറ്റേ പോത്തിനെയും കമ്മികളെയും കാര്യം പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കാൻ കാര്യം എന്താണെന്നറിയാമോ? പോത്തിനെയും കൊങ്ങികളെയും ഒന്നും പറഞ്ഞാൽ പോത്തിനെന്ത് ഏത്തവാഴ, പോത്തിനെന്ത് നോക്കൂ. സ്മൃതി സതീശനെ അപമാനിക്കുന്നത് വളരെ മോശമായിട്ട് അപമാനിക്കുന്നത് ഞങ്ങൾ ഇപ്പോഴും തള്ളി പറയുന്നു. അത് നമുക്ക് നിങ്ങൾക്ക് ഇതുകൊണ്ടാണ് നിങ്ങളുടെ ഒരു വനിതാ നേതാക്കളെ നാട്ടുകാർക്ക് കണ്ടുകൂടാത്ത. മനസ്സിലായോ? കേരളത്തിലെ സ്ത്രീകൾ അപമാനിക്കപ്പെടുമ്പോ ഒരെണ്ണത്തെ കാണാനില്ല. എങ്ങനെ വിടാനാ? ഇവരുടെ വനിതാ നേതാക്കൾ, ഇവരുടെ തന്നെ സഖാക്കളാണല്ലോ സൈബർ ആക്രമണം നടത്തുന്നത്. അപ്പോൾ പിന്നെ ഇവിടുത്തെ വനിതാ നേതാക്കൾ എങ്ങനെ മിണ്ടാനാ? സ്വാതന്ത്ര്യമില്ലല്ലോ, പാർട്ടിയിൽ സ്വാതന്ത്ര്യമില്ലല്ലോ. മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ മകളെ ഒന്ന് കെട്ടിച്ചു കൊടുത്തത് മാത്രം ഓർമ്മയുണ്ട്. മരുമോൻ എന്ന് പറഞ്ഞ് ഈ നാട്ടിലെ ഒരു മന്ത്രിയെ മരുമോൻ എന്ന് പറഞ്ഞ് നാട്ടുന്നവരാണ് ഈ നാട്ടിലുള്ളത്. ഞാൻ ചോദിക്കട്ടെ, ശരിക്കും പിണറായിയുടെ മരുമോനല്ലേ? മരുമോനാണ്. അത് മന്ത്രിയാണോ വലുത്, മരുമോനാണോ വലുത്? ഏത് സ്ഥാനമാണ് വലുത്? മന്ത്രി സ്ത്രീയെ ആക്ഷേപിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ മരുമോനെ എന്തിനാ പറയുന്നത്? അങ്ങനെയുണ്ട്, അങ്ങനത്തെ ചില ആക്ഷേപങ്ങൾ നടക്കുന്നുണ്ട് ഇവിടെ കേട്ടോ, മറക്കണ്ടവന്നു. ഇപ്പോഴും ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നു, സ്മൃതിക്കെതിരെ ഇത്തരത്തിൽ പറയുന്നത് മോശമാണ്. വളരെ മ്ലേച്ഛമായിട്ടൊന്നും അപമാനിക്കേണ്ട ആവശ്യമില്ല. മിണ്ടാതിരിക്കില്ല. VD സതീശന്റെ എന്തുവാണെന്ന് സ്മൃതി പരിധിക്കാട് നിങ്ങൾ പറഞ്ഞു. അത് മാത്രം ഹൈലൈറ്റ് എടുത്തോണ്ട് വരാതെ അങ്ങോട്ട്. അവര് പറഞ്ഞത് കൂടി പറ ആശാനെ അങ്ങോട്ട് പറ അങ്ങോട്ടെ. അവര് പറഞ്ഞത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു ആദ്യം, തുടക്കത്തിൽ പറഞ്ഞായിരുന്നോ? അതും കൂടി പറയണം. ഇതെങ്ങനെ ഈക്വൽ ആവുന്നത്? മോശം തന്നെ പറഞ്ഞത്, മോശം തന്നെ. ആക്രമണത്തിന് വട്ടം കൂട്ട്. പ്രതികരിക്കും, പക്ഷെ ചില സമയത്ത് കൈവിട്ടല്ലോ. ക്ഷമിക്കണം. മറ്റേ ആ വെട്ടുകിളി മരമണ്ണങ്ങളുണ്ടല്ലോ, DYFI, അവന്മാരുടെ അടുത്ത മറ്റേ സൈബർ ആക്രമണം തുടങ്ങാം. കൊങ്ങിലടുത്ത് രാഹുലിനുള്ള അടുത്ത കുറെ മരവാഴകൾ, പാർട്ടിയെ പറയിക്കാനായിട്ടുള്ള കുറെ മാലവിലാദികള്. ഒളിക്കടമൂട് ഒലക്കട മൂട്